ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള വിലങ്ങുകളിൽ നിന്ന് കർഷകരെ മോചിപ്പിക്കുന്നതാണ് കേന്ദ്രത്തിന്റെ പുതിയ കാർഷിക നിയമങ്ങളെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഉത്സവവേളകളിൽ കോവിഡ് വ്യാപനം തടയുന്നതിനുള്ള നടപടികളെക്കുറിച്ച് കേന്ദ്രം പ്രത്യേക മാർഗ്ഗരേഖ പുറത്തിറക്കി. രാജ്യത്ത് കോവിഡ് ബാധിതർ അനുദിനം കുറഞ്ഞുവരുന്നതായി ആരോഗ്യ മന്ത്രാലയം. കേരളത്തിൽ 87,738 രോഗികൾ ചികിത്സയിൽ. സിൻജിയാങ്ങിലും ടിബറ്റിലും ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ ചൈന കൈകാര്യം ചെയ്യുന്ന രീതിക്കെതിരെ ആഞ്ഞടിച്ച് 39 രാജ്യങ്ങൾ. ഇന്തോ പസഫിക് മേഖലയിൽ സുസ്ഥിര വികസനത്തിന് ഉഭയകക്ഷി ധാരണ. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെ 57 റൺസിന് തകർത്ത് മുംബൈ ഇന്ത്യൻസ്. വാർത്തകൾ വിശദമായി. ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള വിലങ്ങുകളിൽ നിന്ന് കർഷകർക്ക് മോചനം നൽകുന്നതാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 കാർഷിക നിയമങ്ങളെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കർഷകരുമായി വിദഗ്ധരുമായി വിശദമായ ചർച്ച നടത്തിയിരുന്നതായും അവർ ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെവിടെയും സ്വന്തം താൽപര്യമനുസരിച്ച് വിളകൾ വിറ്റഴിക്കാൻ കർഷകർക്ക് അവസരമൊരുങ്ങുകയാണ്. വിലയിലെ ഏറ്റക്കുറച്ചിലുകളിൽ നിന്ന് കർഷകർക്ക് സംരക്ഷണം ലഭിക്കും. കൃഷിക്കുമേൽ വ്യാപാരികൾക്ക് അവകാശം കൈവരുമെന്ന വാദത്തിന് അടിസ്ഥാനമില്ല. പല രാഷ്ട്രീയ കക്ഷികളും പുതിയ കാർഷിക നിയമത്തിലെ വ്യവസ്ഥകൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിനിമം താങ്ങുവില സമ്പ്രദായം തുടരുമെന്നും മന്ത്രി പറഞ്ഞു. ഉത്സവവേളകളിൽ കോവിഡ്-19 വ്യാപനം തടയുന്നതിനുള്ള നടപടികളെക്കുറിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രത്യേക മാർഗ്ഗരേഖ പുറത്തിറക്കി. മതപരമായ ആരാധന, മേളകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയ്ക്കായി ധാരാളം പേർ ഒത്തുകൂടുന്ന കാലയളവാണ് ഡിസംബർ ഒടുവിൽ വരെ. അണുബാധ പടരാതിരിക്കാൻ ആവശ്യമായ പ്രതിരോധ നടപടികൾ പാലിക്കേണ്ടത് പ്രധാനമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. 65 വയസ്സിന് മുകളിലുള്ളവർ, ഗർഭിണികൾ, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നിവർ വീട്ടിൽ തുടരണം. ശാരീരിക അകലം പാലിക്കൽ, ശരീര ഊഷ്മാവ് പരിശോധന, ശുചിത്വം എന്നിവയ്ക്കായി വിശദമായ പദ്ധതി തയ്യാറാക്കാനും മന്ത്രാലയം സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി കുറഞ്ഞുവരുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രോഗം സ്ഥിരീകരിച്ചവരിൽ 13.75% മാത്രമാണ് ആശുപത്രി ചികിത്സയ്ക്കായി എത്തിയത്. കോവിഡ് മുക്തി നിരക്കിലും രാജ്യം പുരോഗതി നേടി. 84.7%മാണ് രോഗമുക്തി നിരക്ക്. കേരളത്തിൽ ഇന്നലെ 7,871 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 4,981 പേർക്ക് രോഗം ഭേദമായി. 6,910 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 640 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 111 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. 60,494 സാമ്പിൾ പരിശോധനകളാണ് ഇന്നലെ നടത്തിയത്. 25 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ മരണസംഖ്യ 884 ആയി. ഇനി 87,738 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലുള്ളത്. കേരളത്തിൽ കോവിഡ് സംശയിക്കുന്നവരിൽ ആന്റിജൻ പരിശോധനയിൽ രോഗബാധയില്ലെന്ന് കണ്ടാലും RT-PCR പരിശോധന കൂടി നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരിശോധനയിൽ രോഗലക്ഷണമുള്ളവരുടെ നിരക്ക് 10%-ൽ താഴെ നിർത്തുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ICMR സർവേ അനുസരിച്ച് കേരളത്തിലെ കോവിഡ് വ്യാപനം ദേശീയ ശരാശരിയേക്കാൾ കുറഞ്ഞ നിരക്കിലാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തമിഴ്നാട്ടിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 45,279 ആയി കുറഞ്ഞു. ഇന്നലെ 5,017 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. ചെന്നൈയിൽ മാത്രം 1,306 പേർക്ക് രോഗം കണ്ടെത്തി. തമിഴ്നാട്ടിൽ കോവിഡ് ബാധിച്ച 6,30,000 പേരിൽ 5,75,000 പേരും രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിൽ 5,548 പേർ രോഗമുക്തരായി. 71 പേർ മരിച്ചു. മഹാരാഷ്ട്രയിൽ കോവിഡ്-19 ബാധിച്ച് മരണമടഞ്ഞ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ ഇൻഷുറൻസ് അവകാശം നിഷേധിച്ചതിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വിഭാഗം പ്രതിഷേധം ശക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ കീഴിലോ കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളിലോ സേവനം അനുഷ്ഠിച്ചിട്ടില്ലാത്തതിനാൽ നഷ്ടപരിഹാരം നൽകാനാവില്ലെന്ന് മഹാരാഷ്ട്ര ആരോഗ്യ വകുപ്പ് മേധാവി അറിയിച്ചു. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഗരീബ് കല്യാൺ യോജന പ്രകാരം കോവിഡ്-19 ആശുപത്രികളിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാർക്ക് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കാൻ വ്യവസ്ഥയുണ്ട്. സ്വകാര്യ ആശുപത്രികളിലെ കോവിഡ് രോഗികളുടെ പരിചരണം ഉത്തരവാദിത്തത്തോടെ നടത്തുന്ന ഡോക്ടർമാരെ കോവിഡ് പോരാളികളായി കണ്ട് നഷ്ടപരിഹാരത്തുക നൽകണമെന്ന് IMA ആവശ്യപ്പെട്ടു. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 3,57,00,000 കടന്നു. 10,46,000-ലേറെ പേരാണ് ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചത്. 2.7 കോടിയോളം പേർ രോഗമുക്തരായി. ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഉള്ള അമേരിക്കയിൽ മരണം 2 ലക്ഷം കവിഞ്ഞു.
മുംബൈയിലും പരിസര പ്രദേശങ്ങളിലും പ്രകൃതി വാതകത്തിന്റെ വില കുറച്ചു. പുതുക്കിയ വില ഉടൻ നിലവിൽ വരുമെന്ന് മഹാനഗർ ഗ്യാസ് അറിയിച്ചു. 1.05 കിലോ പ്രകൃതി വാതകത്തിന് 47 രൂപ 90 പൈസയും പൈപ്പ് വാതകത്തിന് ക്യൂബിക് മീറ്ററിന് 70 പൈസയും കുറച്ചു. ഒന്നാം സ്ലാബ് ഉപഭോക്താവിന് 28 രൂപ 90 പൈസയ്ക്കും രണ്ടാം സ്ലാബ് ഉപഭോക്താവിന് 34 രൂപ 50 പൈസയ്ക്കും പ്രകൃതി വാതകം ലഭ്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. സിൻജിയാങ്ങിലും ടിബറ്റിലും ഉൾപ്പെടെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചൈന കൈകാര്യം ചെയ്യുന്ന രീതിയെ വിമർശിച്ച് 39 രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ സംയുക്ത പ്രസ്താവന അവതരിപ്പിച്ചു. ഹോങ്കോങ്ങിന്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കണമെന്നും സ്വയംഭരണ പദവിയും അവകാശങ്ങളും അംഗീകരിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഉയ്ഗർ വിഭാഗക്കാരെ തടവിലാക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും സിൻജിയാങ്ങിൽ UN മനുഷ്യാവകാശ മേധാവി മിഷേൽ ബാഷ്ലെറ്റ് ഉൾപ്പെടെയുള്ള സ്വതന്ത്ര നിരീക്ഷകരെ അനുവദിക്കണമെന്നും യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും ചൈനയോട് ആവശ്യപ്പെട്ടു. UNലെ ജർമ്മൻ സ്ഥാനപതി ക്രിസ്റ്റോഫ് ഹ്യൂസ്ജനാണ് പ്രസ്താവന വായിച്ചത്. ഇന്തോ പസഫിക് മേഖലയിലെ സുസ്ഥിരതയും സമൃദ്ധിയും ഉറപ്പാക്കാൻ ഇന്ത്യ US ധാരണ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ ആഭ്യന്തര സെക്രട്ടറി മൈക്ക് പോംപിയോയുമായി കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളുമായി വിജേഷ്. ദ്വിദിന ജപ്പാൻ സന്ദർശനത്തിനായി എത്തിയ ശ്രീ ജയശങ്കർ ക്വാഡ് അംഗരാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ സംയുക്ത യോഗത്തിന് മുന്നോടിയായാണ് അമേരിക്കൻ ആഭ്യന്തര സെക്രട്ടറി മൈക്ക് പോംപിയോയുമായി കൂടിക്കാഴ്ച നടത്തിയത്. വിവിധ മേഖലകളിൽ ഇന്ത്യ അമേരിക്ക സഹകരണത്തിലുണ്ടായിട്ടുള്ള പുരോഗതിയിൽ താൻ സന്തുഷ്ടനാണെന്നും അദ്ദേഹം ട്വിറ്ററിലൂടെ അറിയിച്ചു. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനവും സുസ്ഥിരതയും വളർച്ചയും ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ക്വാഡ് അംഗരാഷ്ട്രങ്ങളായ ഓസ്ട്രേലിയയും ജപ്പാനും ഇന്ത്യയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ, സാങ്കേതിക വിദ്യ വിതരണ ശൃംഖല എന്നിവയിൽ നിലവിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മ്യാൻമറിലെ രഖൈനിലെ സ്യൂത്തെ തുറമുഖം അടുത്ത വർഷം ആദ്യം പ്രവർത്തന സജ്ജമാക്കാൻ ഇന്ത്യ മ്യാൻമാർ ധാരണ. വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. കരസേനാ മേധാവി ജനറൽ എം നരവനെ, വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ലെ എന്നിവർ ഈ മാസം 4-5 തീയതികളിൽ മ്യാൻമാർ സന്ദർശിച്ചിരുന്നു. നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ സഹോദരിമാർ തങ്ങൾക്കെതിരായ പോലീസ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു. വെറും മാധ്യമ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ് ബാദ്ര പോലീസ് കേസെടുത്തതെന്നും വസ്തുതാപരമായ ക്രമക്കേടുകളുണ്ടെന്നും പ്രിയങ്കയും മീറ്റു സിംഗും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ഡൽഹി രാം മനോഹർ ലോഹ്യ ആശുപത്രിയിലെ ഡോക്ടർ തരുൺകുമാറിന്റെ സഹായത്തോടെ ഇരുവരും നിരോധിത മരുന്ന് വാങ്ങാനുള്ള കുറിപ്പടി തയ്യാറാക്കിയെന്ന നടി റിയ ചക്രവർത്തിയുടെ പരാതിയെ തുടർന്നാണ് കേസെടുത്തത്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെ 57 റൺസിന് തകർത്ത് മുംബൈ ഇന്ത്യൻസ്. മുംബൈ ഉയർത്തിയ 194 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ 18.1 ഓവറിൽ 136 റൺസിന് ഔട്ടായി. മികച്ച ബൌളിംഗിലൂടെ മുംബൈ വിജയം പിടിച്ചെടുക്കുകയായിരുന്നു. 4 ഓവറിൽ വെറും 20 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയാണ് മുംബൈ നിരയിൽ തിളങ്ങിയത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ 3-ാം സീഡ് ഡൊമിനിക് തീമിനെ അട്ടിമറിച്ച് ദിയേഗോ ഷ്വാർട്സ്മാൻ സെമി ഫൈനലിലെത്തി. സ്കോർ 7-6, 5-7, 6-7, 7-6, 6-2. വനിതകളിൽ 3-ാം സീഡ് എലീന സ്വിറ്റോലിനിയെ നാദിയ പെഡോറോസ്ക നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. സ്കോർ 6-2, 6-4. ബീഹാറിൽ ബിജെപിയും ജെഡിയുവും സീറ്റ് ധാരണയിലെത്തി. 243 അംഗ നിയമസഭയിലേക്ക് ജെഡിയു 122 സീറ്റിലും ബിജെപി 121 സീറ്റിലും മത്സരിക്കും. ജെഡിയുവിന്റെ 7 സീറ്റ് ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയ്ക്ക് നൽകിയതായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ പട്നയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം 15-ന് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡനുമായുള്ള പ്രസിഡൻഷ്യൽ സംവാദത്തിൽ പങ്കെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മിയാമിയിൽ നടക്കുന്ന സംവാദം മികച്ചതായിരിക്കുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ അറിയിച്ചു. കോവിഡ് രോഗബാധിതനായി ചികിത്സയിലിരുന്ന ട്രംപ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വാൾട്ടർ റീഡ് നാഷണൽ മെഡിക്കൽ സെന്ററിൽ നിന്ന് വൈറ്റ് ഹൌസിൽ എത്തിയ ഉടൻ ട്രംപ് മുഖാവരണം ഉപേക്ഷിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ട്രംപിനും പത്നി മെലാനിയയ്ക്കും കോവിഡ് സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള വിലങ്ങുകളിൽ നിന്ന് കർഷകരെ മോചിപ്പിക്കുന്നതാണ് കേന്ദ്രത്തിന്റെ പുതിയ കാർഷിക നിയമങ്ങളെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഉത്സവവേളകളിൽ കോവിഡ് വ്യാപനം തടയുന്നതിനുള്ള നടപടികളെക്കുറിച്ച് കേന്ദ്രം പ്രത്യേക മാർഗ്ഗരേഖ പുറത്തിറക്കി. രാജ്യത്ത് കോവിഡ് ബാധിതർ അനുദിനം കുറഞ്ഞുവരുന്നതായി ആരോഗ്യ മന്ത്രാലയം. കേരളത്തിൽ 87,738 രോഗികൾ ചികിത്സയിൽ. സിൻജിയാങ്ങിലും ടിബറ്റിലും ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ ചൈന കൈകാര്യം ചെയ്യുന്ന രീതിക്കെതിരെ ആഞ്ഞടിച്ച് 39 രാജ്യങ്ങൾ. ഇന്തോ പസഫിക് മേഖലയിൽ സുസ്ഥിര വികസനത്തിന് ഉഭയകക്ഷി ധാരണ.
IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെ 57 റൺസിന് തകർത്ത് മുംബൈ ഇന്ത്യൻസ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15-ന്.